നമസ്കാരം. ഇത് ക്രിസ്മസ് കാലമാണ്. ഈ ക്രിസ്മസ് പെരുന്നാൾ ഇവയൊക്കെ വരുമ്പോൾ ഓരോ മതസ്ഥരും വലിയൊരു സാഹോദര്യത്തോടും സൗഹാർദ്ദത്തോടും കൂടി ഈ ഒരു വിരുന്നൊക്കെ ഒരുക്കാറുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാൾ കാലത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ഔദ്യോഗിക, അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ഓരോരുത്തരും അവരവരുടെ വകയായിട്ട് ഒരുക്കുന്ന ഇഫ്താർ വിരുന്ന് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ക്രിസ്മസ് വിരുന്നുമുണ്ട്. ഗവർണർ ഒരുക്കിയ ക്രിസ്മസ് വിരുന്ന്, അതിൽ പിണറായിയെ വിളിച്ചില്ല, പിണറായി ഒരുക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ ഗവർണറെ വിളിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഓണത്തിന് മാത്രം ആരും ഒരു സദ്യ കൊടുത്തതായിട്ട് കേൾക്കുന്നില്ല കേട്ടോ. ഇഫ്താർ വിരുന്ന് മുറയ്ക്കങ്ങ് നടത്തും, ക്രിസ്മസ് വിരുന്ന് നടത്തും. എന്നാൽ ഏതെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഓണസദ്യ എന്ന് പറഞ്ഞൊന്നുമില്ല, അല്ലെ മുഖ്യൻ നടത്തിയ ഒരു ഓണസദ്യ എന്ന് പറഞ്ഞൊന്നുമില്ല. ഇത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഇവിടെ ഒരു ക്രിസ്മസ് വിരുന്ന്, അത് നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ കത്തോലിക്ക മെത്രാൻ സമിതിയെ ആസ്ഥാനത്ത് നടത്തിയ ആഘോഷത്തിൽ പങ്കെടുത്തത് ശിഹാബ് തങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം ചെന്നു. അവരൊക്കെ ചെല്ലും, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുശലമൊക്കെ പറഞ്ഞ്. നമ്മുടെ ഇപ്പം നവകേരള സദസ്സിൽ എല്ലാ ദിവസവും രാവിലെ വലിയ തീറ്റ മത്സരമല്ലേ, നാട്ടിലെ പൗരപ്രമുഖരൊക്കെ എത്തും. അവർക്ക് മാത്രം അവർ കഴുത്തിലൊരു ചങ്ങലയൊക്കെ ഇട്ട് അവിടെ എത്തും. പിന്നെ തീറ്റയോട് തീറ്റയാണ്, തീറ്റ മത്സരം. അതോ അത് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാലും ഭക്ഷണം അങ്ങോട്ട് നിരത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ എന്ന് തോന്നിപ്പോവും. എന്ത് പറഞ്ഞാലും ഈ മെത്രാന്മാർ നടത്തിയ ഈ കത്തോലിക്ക മെത്രാൻ സമിതി ആസ്ഥാനത്ത് നടത്തിയ ഈ വിരുന്നിൽ ഈ ശിഹാബ് തങ്ങൾ പങ്കെടുത്തതിനെക്കുറിച്ചും ശിഹാബ് തങ്ങളെ ക്ഷണിച്ചതിനെക്കുറിച്ചും ഒക്കെ നമ്മുടെ പഴയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ടല്ലോ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, അതും ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ കയ്യിലിരിക്കുമ്പോഴാണല്ലോ അതിനെ വലിച്ചു കീറി രണ്ടാക്കി KT ജലീലിന് നമ്മുടെ മഹാനായ കാരണഭൂതൻ അങ്ങോട്ട് കൊടുത്തു. പിന്നെ രവീന്ദ്രനാഥിനെ കൊച്ചു വിദ്യാഭ്യാസ മന്ത്രിയാക്കി. അതിൻ്റെ തുടർച്ചയാണല്ലോ ഇപ്പം നമ്മുടെ മന്ത്രി ബിന്ദു കൊച്ചമ്മയും പിന്നെ നമ്മുടെ ശിവൻകുട്ടിയും കൈയാളുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ മെത്രാൻ സമിതി ആസ്ഥാനത്ത് നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ശിഹാബ് തങ്ങളെ പരിഹസിച്ച്, അല്ലെങ്കിൽ ഈ മെത്രാൻ സഭയെ പരിഹസിച്ചതിൻ്റെ പേരിൽ അവരിപ്പോൾ KT ജലീലിനോട് കൊമ്പ് കോർത്തിരിക്കുകയാണ്. KT ജലീലിൻ്റേതായ അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ഒരാളാണ് KT ജലീൽ. അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിക്കൊണ്ടാൽ മതി, ഞങ്ങളുടെ സഭയുടെ കാര്യം നോക്കാൻ വരണ്ട, ഇതിനകത്ത് കയറി കളിക്കരുത് എന്ന് മെത്രാന്മാർ താക്കീത് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ജലീൽ ഇത് വല്ലതും വകവെക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ജലീൽ പലയിടങ്ങളിലും പറയാനുള്ളതൊക്കെ വലിയ തൻ്റെ ഇടത്തോടു കൂടിയൊക്കെ പറയുകയും വലിയ ചർച്ചയ്ക്ക് വഴിതെളിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. ജലീലിൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ലോകായുക്തയുടെ ഈ വിധിയിലൂടെ പുറത്തു പോകേണ്ടി വന്നല്ലോ എന്നുള്ളതോർത്ത് ഇപ്പോഴും പകവെച്ച് പുലർത്തുന്ന ആൾ കൂടിയാണ് KT ജലീൽ. അപ്പോൾ എന്തായാലും മെത്രാന്മാർ അങ്ങനെ അങ്ങ് KT ജലീലിൻ്റെ മെക്കിട്ട് കയറുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ജലീൽ മെത്രാന്മാരുടെയും മണ്ടയ്ക്ക് മെക്കിട്ട് കയറുന്നത് സൂക്ഷിക്കണം. കാരണം തിരിച്ചു ഉപകാരം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് വിരുന്നിന് ഇനിയും മെത്രാൻ സമിതിയോ അല്ലെങ്കിൽ ആര് നടത്തിയാലും ജലീലിനെ കൂടി വിളിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നും അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലെ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നല്ലോ. അതുകൊണ്ട് വിളിക്കുന്നത് സഭയ്ക്കും നല്ലതാണ് ഇനിയുള്ള കാലത്തും.